കൂത്തുപറമ്പ് വെടിവെപ്പിലെ ജീവിക്കുന്ന രക്തസാക്ഷി പുഷ്പൻ അന്തരിച്ചു. 54 വയസ്സായിരുന്നു. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ജന്മനാടായ കണ്ണൂർ ചൊക്ലിയിൽ നാളെയാണ് സംസ്കാരം. വെടിയേറ്റതിനെ തുടർന്ന് കഴുത്തിന് താഴേക്ക് തളർന്ന് കഴിഞ്ഞ 3 പതിറ്റാണ്ടായി പുഷ്പൻ കിടപ്പിലായിരുന്നു. പോരാട്ടത്തിന്റെ ഓർമ്മകൾ ബാക്കിയാക്കി പുഷ്പൻ എന്ന സമര ഇതിഹാസം വിട പറഞ്ഞു. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ജൂലൈ 31-നാണ് പുഷ്പനെ തലശ്ശേരി സഹകരണ ആശുപത്രിയിലേക്ക് മാറ്റിയത്. പിന്നീട് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്കും. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ ഇന്ന് ഉച്ചയ്ക്ക് 3:30-യോടെയാണ് പുഷ്പന്റെ അന്ത്യം. മൃതദേഹം നാളെ രാവിലെ 8 മണിയോടെ വിലാപയാത്രയായി കണ്ണൂരിലേക്ക് കൊണ്ടുപോകും. തലശ്ശേരി ടൗൺ ഹാളിലും പിന്നീട് ജന്മനാടായ ചൊക്ലിയിലും പൊതുദർശനം. വൈകിട്ട് വീട്ടുപരിസരത്താണ് സംസ്കാര ചടങ്ങുകൾ. പുഷ്പന്റെ വിയോഗത്തിൽ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അനുശോചിച്ചു. പുഷ്പന്റെ സ്മരണക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. പുഷ്പന്റെ നിര്യാണം യഥാർത്ഥത്തിൽ ലക്ഷക്കണക്കിന് യുവജനങ്ങളുടെ ഹൃദയത്തിൽ പുഷ്പൻ എന്നും നിലനിൽക്കും എന്നുള്ളതാണ്. ആ ഓർമ്മ, ആ ജ്വലിക്കുന്ന ഓർമ്മക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. കർഷക തൊഴിലാളിയായിരുന്ന കുഞ്ഞിക്കുട്ടിയുടെയും ലക്ഷ്മിയുടെയും 6 മക്കളിൽ 5-മനാണ് പുഷ്പൻ. വെടിയേറ്റ ശേഷം കിടപ്പിലായിരുന്ന പുഷ്പന് തണലായി ഒപ്പമുണ്ടായിരുന്നത് നാട്ടിലെ CPIM DYFI പ്രവർത്തകരും കുടുംബവുമായിരുന്നു. DYFI നിർമ്മിച്ചു നൽകിയ വീട്ടിലായിരുന്നു താമസം. CPIM നോർത്ത് മേനപ്രം ബ്രാഞ്ച് അംഗമായിരുന്നു. 24 കോഴിക്കോട്.